ഞാനൊരു വീഡിയോ കണ്ടു, ഒരു ഉദ്ഘാടന വീഡിയോ. ആ ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചത് ആരാന്നറിയോ? തൊട്ടടുത്ത് ഒരു ചെറുകട, അതായത് ചെറിയ കാര്യങ്ങൾ കച്ചവടം ചെയ്തു പോകുന്ന ഒരു അമ്മാവൻ. ആ അമ്മാവനെയാണ് ഉദ്ഘാടനത്തിന് വിളിച്ചത്. കാല് പോലും ശരിക്കും വയ്യാത്ത, സുഖമില്ലാത്തൊരാളിനെയാണ് ഉദ്ഘാടനത്തിന് വിളിച്ചത്. എത്ര മനസ്സെനിക്ക് സന്തോഷമായി എന്നറിയോ? കാരണം അവർക്ക് ആ പൈസ കൊണ്ട് എത്ര രൂപ കൊടുക്കുമെന്നൊന്നും എനിക്കറിയില്ല. ഫേമസായ ആരെങ്കിലും വരുമ്പോൾ ചിലപ്പം കോടികൾ കൊടുക്കുമായിരിക്കും, എനിക്കറിയില്ല. ഇവർക്ക് എത്രയാണ് കൊടുക്കണതെന്നും എനിക്കറിയില്ല. എത്ര കിട്ടിയാലും അതൊരു സന്തോഷമല്ലേ? അവരുടെ ജീവിതം, അവരുടെ മനസ്സ് നിറയും, അവരുടെ ജീവിതവും നിറയും. കാരണം ജീവിതത്തിൽ അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. ഈ പൈസ കിട്ടുമ്പോൾ അത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സൗഭാഗ്യം തന്നെയാണ്. എത്രയോ ഫേമസായ കുറേ ആൾക്കാരെ വിളിച്ച് ഉദ്ഘാടനം ചെയ്യുന്നു. ഇതിൽ എനിക്ക് യോജിപ്പില്ല. നിങ്ങൾക്ക് യോജിപ്പുണ്ടോ? എന്തിനാ? അവർക്ക് കോടികളുണ്ട്, അവർ ഫേമസ് ആയവരാണ്. തുണി ഉരിഞ്ഞ് കാണിക്കുന്നവരെ ഉദ്ഘാടനത്തിന് വിളിക്കുക. 10 വീഡിയോയിൽ തുണി ഉരിഞ്ഞ് കാണിച്ച് അവർ ഫേമസ് ആയി കഴിഞ്ഞാൽ അവരെ ഉടനെ ഉദ്ഘാടനത്തിന് വിളിക്കുക. എനിക്കതിൽ യോജിപ്പേ ഇല്ല. ഞാൻ പറയുന്നത് ഇതുപോലെ വഴിയോരത്തൊക്കെ ഇരിക്കുന്ന ചെറുകട, കൊച്ചു കടകൾ കച്ചവടം ചെയ്തു പോകുന്ന ആൾക്കാരെയൊക്കെ ഉദ്ഘാടനത്തിന് വിളിച്ച് അവരൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും ഒരു സോഷ്യൽ മീഡിയയിൽ വരാൻ, 10 ജനങ്ങളുടെ മുമ്പിൽ കാണാൻ, ടി വിയിൽ വരാൻ. എൻ്റെ കുഞ്ഞു പ്രായത്തിലൊക്കെ ഞാനൊന്ന് ടി വിയിൽ വന്നിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അന്ന് ഒറ്റ ചാനലേ ഉള്ളൂ, ഒരു ഏരിയയിൽ അല്ലെ ഒരു ഗ്രാമത്തിൽ ഒരു വീട്ടിൽ ടി വി ഉള്ളൂ. അന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ വന്നിട്ടുണ്ട് ടി വിയിൽ, അത് വേറെ. പക്ഷേ അതുപോലെ ആഗ്രഹിക്കുന്ന എത്രയും ആൾക്കാരുണ്ടാവും, പുറത്ത് പറയാത്ത, മനസ്സിലാഗ്രഹമുള്ള. മനസ്സിലായില്ലേ? അപ്പം ഇതുപോലെ പാവപ്പെട്ട ആൾക്കാരെ വിളിച്ച് ഒരു ഉദ്ഘാടനം കൊടുത്താൽ ആ തുച്ഛമായി കിട്ടുന്ന പൈസ, ഒരു ജോഡി വസ്ത്രം, ഒരു നേരത്തെ ആഹാരം, 10 പേരുടെ മുമ്പിൽ സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുന്ന ആ മനസ്സ്. പ്രായമായ അച്ഛനും അമ്മമാരുണ്ട്, അവരെയൊക്കെ വിളിച്ചിട്ട്, പഴയ കാലഘട്ടത്തിലുള്ള ആൾക്കാർ ഇപ്പോഴും ജീവിക്കുന്നവരുണ്ട്, അവരെയൊക്കെ വിളിച്ചിട്ട് ഒരു ഉദ്ഘാടനമോ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ നടത്തുമ്പോൾ അവരെയൊക്കെ വിളിച്ച് ഒരു നേരത്തെ ഫുഡൊക്കെ കൊടുക്കുമ്പോൾ അവരുടെ മനസ്സും കണ്ണും നിറയും. അവർ മേളിലോട്ട് നോക്കിയിട്ട് ഭഗവാനോട് ആ കുഞ്ഞിന് നല്ലത് വരുത്തുന്ന ഒരൊറ്റ വിളി മതി നമ്മുടെ ജീവിതം ധന്യമാവാൻ. ഇത് അവിടെ കിടക്കുന്ന മാടയെയും കോടയെയും ചണ്ടനെയും ചടയനെയും ഒക്കെ വിളിച്ച് ഉദ്ഘാടനം ചെയ്യിപ്പിക്കും. കാരണം അവർ ചിന്തിക്കുന്ന അങ്ങനെ ചെയ്യിക്കുമ്പോൾ ഫേമസ് ആവും. അങ്ങനെയൊന്നുമില്ല. ആരെ വിളിച്ച് ചെയ്യിച്ചാലും നിങ്ങൾ ചാനലിൽ വീഡിയോ ഇടുമ്പോൾ ഫേമസ് ആവും. സങ്കടവും ഫേമസ് ആവും, സന്തോഷവും ഫേമസ് ആവും, എല്ലാം ഫേമസ് ആവും. നല്ലത് എവിടെയുണ്ടോ അവിടെ ആൾക്കാർ കയറി കാണാതിരിക്കില്ലല്ലോ. അഭിപ്രായം പലതും പറയും. നിങ്ങൾക്ക് ഫേമസ് ആവാൻ, നിങ്ങളുടെ കട ഫേമസ് ആവാൻ വേണ്ടിയിട്ടാണ് സ്റ്റാറുകളെ വിളിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അത് പാവപ്പെട്ട ഒരാളിനെ വിളിച്ചൊരു ഉദ്ഘാടനം ചെയ്താൽ നിങ്ങളുടെ കട ഫേമസ് ആവും. നിങ്ങൾ ചെയ്യുന്ന നല്ലതാണോ? തീർച്ചയായിട്ടും അവിടെ ജനങ്ങൾ അത് കണ്ടിരിക്കും, അതിന് അഭിപ്രായം തന്നിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ അഭിപ്രായം അതാണ്. ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാർ ഒത്തിരി, സത്യം പറയുന്ന അതൊക്കെ നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിനകത്ത് ആ വേദന പോകത്തില്ല. അമ്മാതിരി ആൾക്കാരുണ്ട്. അവരെയൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കും. അല്ലാതെ ഈ ഫേമസായി കോടികൾ ഉണ്ടാക്കി ഇരിക്കുന്ന ആൾക്കാരെ വിളിച്ച് ഉദ്ഘാടനം ചെയ്യിക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അവർക്ക് കോടികളുണ്ട്, എന്നാൽ അവർ 10 പേരെ സഹായിക്കുമോ? ഇല്ല. ഇന്നലെ തന്നെ ഒരു വീഡിയോ കണ്ടു. ഉദ്ഘാടനം ചെയ്തെടുത്ത് നറുക്കെടുപ്പുണ്ടല്ലോ, ഈ നറുക്കെടുപ്പിൽ ഒരാൾക്ക് തന്നെ 3 പ്രാവശ്യവും നറുക്കെടുപ്പ് കിട്ടി, ഒരു പേരിൽ തന്നെ. ആ വ്യക്തിക്ക് ഒരേ ഒരു പേരിലുള്ളതേ കൊടുക്കുകയുള്ളൂ എന്നാണ് അവർ മൈക്കിലൂടെ അനൗൺസ്മെൻറ്റ് ചെയ്തത്. തെറ്റല്ലേ അത്? 2 എണ്ണം ക്യാൻസൽ ചെയ്ത് തെറ്റല്ലേ? ഒരാൾക്ക് 10 എണ്ണം കിട്ടിയാലും 10 എണ്ണം ആ ഒരാൾക്ക് തന്നെ കൊടുക്കണം. അത് തെമ്മാടിത്തരമല്ലേ അവിടെ കാണിച്ചത്? അത് ചെയ്യാൻ പാടില്ല. അത് ബാക്കി എന്തോ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോകാനോ? അല്ലെങ്കിൽ അവിടെ വെച്ചത് പറയണം, അല്ലെങ്കിൽ ഇങ്ങനെ പറയണം. ഒരാൾക്കാണ് 3 എണ്ണം അടിച്ചത്, 1 എണ്ണം ആ വ്യക്തിക്ക് കൊടുക്കും. ഈ 2 എണ്ണം നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ പാവപ്പെട്ട 10 പേർക്ക് അല്ലെങ്കിൽ 5 പേർക്ക് ഇത് ദാനം ചെയ്യും. അത് അന്തസ്സാണ് എൻ്റെ അഭിപ്രായത്തിൽ. അല്ലാതെ 1 എണ്ണം ഈ വ്യക്തിക്ക് കൊടുത്തിട്ട് 2 എണ്ണം നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോകേണ്ട യാതൊരു കാര്യമില്ല. അത് അങ്ങേരുടെ പേര് എഴുതിയിട്ടിട്ട് അങ്ങേരുടെ പേരിൽ അങ്ങേരക്ക് കിട്ടിയതാണ്, അത് അങ്ങേരക്കാണ് സ്വന്തം. അല്ലെങ്കിൽ അങ്ങേര് പറയും എനിക്ക് 1 എണ്ണം മതി, 2 എണ്ണം ഞാൻ വേറെ കൊടുക്കാമെന്ന്. അല്ലാതെ നിങ്ങളല്ല അത് തീരുമാനിക്കേണ്ടത്. വളരെ തെറ്റാണ്. ആ വീഡിയോ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ തെമ്മാടിത്തരമാണ്, പോക്കർത്തനമാണ് അവിടെ കാണിച്ചിരുന്നത്. അമ്മാര് പോക്കർത്തനം കാണിക്കരുത്. അത് ആരായാലും നിങ്ങൾ 1 എണ്ണം കൊടുക്കാമെന്ന് പറഞ്ഞോ, അത് കൊടുത്തിരിക്കണം.
അതാണ് നിങ്ങളുടെ ആ ഒരു കഴിവെന്ന് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് വാക്കിന് വിലയുണ്ടോ? ഇല്ല. അതൊക്കെ തെമ്മാടിത്തരില്ല. അങ്ങനെ എത്രയേ കാര്യങ്ങൾ. ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ ഈ കള്ളത്തരങ്ങൾ കാണിക്കുന്നത്? 1,00,000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരു അഭിനയത്തിനെ വിളിച്ചിട്ട് ടാക്സും മണ്ണാങ്കട്ടിയും ചെണ്ണാങ്കട്ടിയും കിണ്ണാങ്കട്ടിയും ഒക്കെ പോയിട്ട് തുച്ഛമായ പൈസയാണ് അവർക്ക് കിട്ടുന്നത്. 5 പേരുണ്ട്, 5 പേരും ഭാഗിച്ചടിച്ച് കഴിഞ്ഞാൽ ഒരു 10,000 രൂപ 8,000 രൂപ. എന്താണ് ഇതിലെ കോസ്റ്റ്യൂം നോക്കണം, മേക്കപ്പ് നോക്കണം, അവരുടെ ബസ് ഫെയർ നോക്കണം, ഫുഡ് ചിലവ് നോക്കണം, താമസ സൗകര്യം, ഇതെല്ലാം കൂടെ പോയിട്ട് പിന്നെ അവർക്ക് എന്താണ് കിട്ടുന്നത്? ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. എല്ലാത്തിലും തട്ടിപ്പും വെട്ടിപ്പും ഇല്ലാത്തൊരു കാലമോ അല്ലെങ്കിൽ ഒരു ജീവിതമോ ഒന്നുമില്ല ഞാൻ നോക്കിയിട്ട്. ഇതൊക്കെ തെറ്റല്ലേ? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ ചെയ്യുന്നത് ശരിയാണ്? അത് തെമ്മാടിത്തരമാണ്. ഒരാൾക്ക് നമ്മളൊരു സാധനം കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് കൊടുത്തിരിക്കണം. കൊടുക്കാമെന്ന് പറയാൻ കഴിവുണ്ടെങ്കിൽ മാത്രമേ അത് പറയാവൂ, ഇല്ലേ പറയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പറഞ്ഞിട്ട് അത് ചെയ്യാതിരിക്കുന്നത് മോശമല്ലേ? അല്ലേ? വീഡിയോകൾ നമ്മൾ തുറന്നു കഴിഞ്ഞ പലതരം വെറൈറ്റി കണ്ടന്റുകളാണ്. ഈ കണ്ടന്റുകളൊക്കെ കാണുമ്പോൾ നമുക്കത് പറയാതിരിക്കാനും പറ്റുന്നില്ല. മനസ്സിലായില്ലേ? കാണുന്നത് കൊണ്ടാണ് പറയുന്നത്. കാണാതിരുന്നെങ്കിൽ പറയുമോ? പറയില്ല. കാണുന്നത് കൊണ്ടാണ് ഇത് നമ്മൾ പറഞ്ഞു പോകുന്നത്. നിങ്ങൾ തന്നെ കയറി കണ്ടു നോക്കൂ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും തെറ്റാണോ ശരിയാണോ. അല്ലെങ്കിൽ ഞാൻ പറയുന്നതിന് തെറ്റുണ്ടോ ശരിയുണ്ടോ എന്നുള്ളത് അഭിപ്രായം എഴുതൂ, കമൻ്റ് എഴുതൂ. ഇതിലേതാണ് ശരി ഏതാണ് തെറ്റെന്ന്. പ്രായമായവർ, എത്രയോ പട്ടിണി പാവങ്ങൾ, അവർക്കൊക്കെ ഒരു ഉദ്ഘാടനം കൊടുക്കുകയോ അവരെ 10 പേരെ സഹായിക്കുകയോ ഒരു നേരത്തെ ആഹാരം കൊടുക്കുക, രാത്രി ഉറങ്ങാൻ ഒരു ബെഡ്ഷീറ്റോ ഒരു കമ്പിളിപ്പുറപ്പോ എന്തെങ്കിലും ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ കുറേ ആഡംബരം കാണിച്ച് ആഡംബര ജീവിതം ജീവിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല. 10 റീൽസ് എടുത്തു, ആഡംബരം കാണിച്ചു, ഞാൻ ഫേമസായി, അതിലൊന്നും കഥയില്ല. നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. സാഹചര്യമാണ് ഓരോ മനുഷ്യരെ ഓരോന്നിലെത്തിക്കുന്നത്. മനഃപൂർവ്വം ആരും ചെയ്യാൻ ശ്രമിക്കില്ല. പിന്നെ ചിലരുണ്ട് മനഃപൂർവ്വം ചെയ്യുന്നവരുണ്ട്, വാശിപ്പുറത്ത് ദേഷ്യം കൊണ്ട് അല്ലെങ്കിൽ വൈരാഗ്യം കൊണ്ട് ചെയ്യുന്നവരുണ്ടാകാം, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും മാക്സിമം സാഹചര്യമാണ് അവരുടെ ജീവിതം അങ്ങനെയാക്കുന്നത്. അവരറിഞ്ഞുകൊണ്ട് ഒരിക്കലും തീ കനലിൽ ചാടാൻ ആരെങ്കിലും ആഗ്രഹിക്കും? അറിഞ്ഞുകൊണ്ട് ഗതികേട് കൊണ്ട് സങ്കടം കൊണ്ട് ഇനി ജീവിക്കണ്ട, ഇനി മരിക്കണം എന്നുള്ള അവസ്ഥ കൊണ്ട് ചെയ്തു പോകുന്നതാണ്. ചെയ്ത് കഴിയുമ്പോൾ അയ്യോ വേണ്ടായിരുന്നു, ആ കനൽ നമ്മുടെ ജീവിതത്തിൽ വീണ് കഴിയുമ്പോൾ അയ്യോ വേണ്ടായിരുന്നു തോന്നും, കുറ്റബോധം. അപ്പോഴത്തെ സിറ്റുവേഷനിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് നമുക്ക് പോലും അറിയില്ല. അങ്ങനെയാണ് ജീവിതം. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇനിയെങ്കിലും നിങ്ങൾ കണ്ണ് തുറന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. മറ്റുള്ളവരെ ഒന്ന് തിരിഞ്ഞു നോക്കണം. അവരുടെ സങ്കടം കൂടെ ഒന്ന് തുടയ്ക്കാൻ നമ്മൾ ശ്രമിച്ചാൽ 1000 പേരെയെങ്കിലും നമുക്ക് രക്ഷിക്കാൻ കഴിയും. നമ്മൾ സ്വർഗത്തിൽ പോകുമ്പോൾ നമ്മൾ ചെയ്ത നന്മകൾ അവർ കൂട്ടിപ്പറക്കി നമുക്ക് അവിടെയെങ്കിലും ഒരു നല്ലൊരു സീറ്റ് തരും. അല്ലെങ്കിൽ അവിടെയും നരകവും ഇവിടെയും നരകമായിരിക്കും.